ബി.ജെ.പി. ദേശീയ നേതൃയോഗങ്ങൾക്ക് നാളെ കോഴിക്കോട് തുടക്കമാകും. മോദി, കേന്ദ്രമന്ത്രിമാർ, അമിത്ഷാ തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. അടുത്ത വർഷം നടക്കുന്ന യു.പി. നിയമസഭാ തെരഞ്ഞെടുപ്പും ഉറിയിലെ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയാകും. 1967 ചേർന്ന ജനസംഘം ദേശീയ കൗൺസിലിന്റെ ഓർമ്മകൾ പുതുക്കിയാണ് 50 വർഷങ്ങൾക്ക് ശേഷം കോഴിക്കോട്ട് ബി.ജെ.പി. ദേശീയ കൗൺസിൽ യോഗം ചേരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ രാജ്യത്തെ പ്രധാന ബി.ജെ.പി. നേതാക്കളെല്ലാം യോഗത്തിനെത്തും. 2017 നടക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തന്നെയാകും യോഗത്തിലെ മുഖ്യ അജണ്ട. ഉറി ഭീകരാക്രമണത്തിന്റെ അടക്കം പശ്ചാത്തലത്തിൽ ദേശീയ വികാരം ഇളക്കിവിട്ട് തെരഞ്ഞെടുപ്പുകളെ നേരിടാനുള്ള തന്ത്രങ്ങളാകും യോഗം ആസൂത്രണം ചെയ്യുക. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2000-ലധികം പ്രതിനിധികളാണ് കൗൺസിലിൽ പങ്കെടുക്കാനെത്തുന്നത്. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ രാഷ്ട്രീയമായിട്ട് നല്ല ഒരു നിലയിൽ എത്തിയതിനു ശേഷം നടക്കുന്ന ഒരു സമ്മേളനം എന്നുള്ള നിലയിൽ ഇനി അങ്ങോട്ടുള്ള ബി.ജെ.പിയുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായകരമാവുന്ന ഒരു സമ്മേളനമായിട്ടാണ് ഞങ്ങളിതിനെ കണക്കാക്കുന്നത്. 23-ന് കടവ് റിസോർട്ടിലാണ് ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ചേരുക. 24-ന് ഉച്ചയോടെ പ്രധാനമന്ത്രി എത്തും. വൈകിട്ട് കടപ്പുറത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിലും 25-ന് സ്വപ്നനഗരിയിൽ നടക്കുന്ന ദേശീയ കൗൺസിൽ യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ദേശീയ കൗൺസിൽ യോഗം ആസൂത്രണം ചെയ്യും. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെയുള്ള VVIPകൾ എത്തുന്നതോടെ ഇനിയുള്ള ദിവസങ്ങളിൽ രാജ്യത്തിന്റെ ശ്രദ്ധയാകെ കോഴിക്കോട്ടേക്കാകും. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ.